സ്കൂട്ടറുകളൊക്കെ എങ്ങനെയാണ് KSEBയുടെ ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ KSEBയുടെ ഒക്കെ പോസ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് കുറച്ച് പുറകോട്ട് വന്നപ്പോൾ നമുക്ക് KSEBയുടെ ആ ഒരു ചാർജിങ് സ്റ്റേഷൻ കിട്ടി. അപ്പോൾ ആ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തി നമ്മൾ നമ്മുടെ ഫോണിൻ്റെ അകത്തെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമ്മുടെ KSEBയുടെ KE മാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് നമ്മുടെ വാഹനം ചാർജ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ചാർജിങ് സ്റ്റേഷനെ ആപ്പ് ഡിറ്റക്റ്റ് ചെയ്യും. പിന്നീട് നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നമ്മുടെ ചാർജർ എടുത്ത് നമ്മുടെ ബൈക്കും അതുപോലെ തന്നെ നമ്മുടെ ചാർജറും തമ്മിൽ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ചെയ്യാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ വാലറ്റിലേക്ക് നമ്മുടെ എമൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. മിനിമം 100 രൂപയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുന്നതോടുകൂടി ബൈക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചാർജ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഫോണിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. എത്ര പെർസെൻറ്റേജായി, എത്ര കിലോ വാട്ട് യൂസ് ചെയ്തു എന്നെല്ലാം തന്നെ നമുക്ക് ഫോണിൽ കാണുവാൻ